വരികയാണ്. തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി. കാപ്പ കേസ് പ്രതി സുബിനെതിരെയാണ് യുവതി പരാതി നൽകിയത്. 6 അംഗ സംഘമാണ് സ്പായിൽ അതിക്രമിച്ചു കയറിയത്. CCTV ദൃശ്യങ്ങൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രവീൺ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇവർ എത്തിയ യുവതിയോട് മോശമായി പെരുമാറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് ഇപ്പോൾ ഇവരുടെ പരാതിയിൽ പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ്? വിനീത, പത്തനംതിട്ട തിരുവല്ലയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ഈ മാസം 1-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അവിടെ ഒരു സ്പായിൽ ഏതാനും ചെറുപ്പക്കാർ അവിടെ അതിക്രമിച്ച് കയറുന്നു. അതിനുശേഷം ഈ സ്പായിലെ വനിതാ ജീവനക്കാരികളോട് അപമര്യാദയായി പെരുമാറുന്നു. അതിനുശേഷം നമുക്ക് ആ ദൃശ്യത്തിൽ കൃത്യമായും കാണാം ബലപ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. തിരുവല്ല പോലീസ് ഇത് സംബന്ധിച്ച് പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോയി. കാപ്പ കേസ് പ്രതി മരണം സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ മുഖ്യപ്രതിയോടൊപ്പം മറ്റൊരു പ്രതിയെ കൂടി പിടികൂടിയിട്ടുണ്ട്. 6 പേരടങ്ങുന്ന സംഘമാണ് ഈ സ്പായിലേക്ക് അതിക്രമിച്ച് കയറിയത്. അവിടെ അവർ നിരന്തരം ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് ചെല്ലാറുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും വിവരം ലഭിച്ചിരിക്കുന്നത്. 40,000 മുതൽ 50,000 രൂപ വരെയാണ് ഇവർ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടത്. നമുക്ക് ആ CCTV ദൃശ്യത്തിൽ കാണാം. അതിൽ കയറുന്ന ഒരാൾ അവിടെ റിസപ്ഷനിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട സീറ്റിൽ ഇരിക്കുന്നത് കാണാം. ഇരുന്നതിന് ശേഷം പണം ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം 2 യുവതികൾ അവിടേക്ക് വരുന്നുണ്ട്. ആ യുവതികളോട് പണം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ പണം കൊടുക്കാൻ അവർ തയ്യാറായില്ല. കാരണം 40,000-ന് മുകളിലുള്ള തുകയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതിനുശേഷം അതിൽ ഒരു യുവതിയെ നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് കൃത്യമായി കാണാം. അവിടെ ആ വാതിലിനോട് ചേർത്ത് നിർത്തി അപമര്യാദയായി പെരുമാറുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യമാണ് പുറത്തു വന്നത്. ഇത് ആദ്യ ദിവസങ്ങളിൽ ഈ സംഭവം പുറത്തേക്ക് പോയിരുന്നില്ല. പിന്നീട് പോലീസിന് ഇക്കാര്യത്തിൽ ഒരു അറിവ് ലഭിക്കുകയും അതിനെ തുടർന്ന് ഈ ജീവനക്കാരികളോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഭയന്ന് ആ ജീവനക്കാരികൾ പോലീസിന് പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. കാരണം ഗുണ്ടാ സംഘമാണ് അവിടെ അങ്ങനെ അതിക്രമിച്ച് കയറിയത്. പിന്നീട് പോലീസ് ഈ പെൺകുട്ടികൾക്ക് യുവതികൾക്ക് ധൈര്യം കൊടുക്കുകയായിരുന്നു. അങ്ങനെ അതിൽ ഒരു യുവതി കൃത്യമായും എന്താണ് സംഭവിച്ചതെന്ന് തിരുവല്ല പോലീസിന് വിവരം നൽകി. തന്നെ അതിൽ ഒരാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന ഒരു പരാതിയാണ് ആ യുവതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ കേസ് പ്രതി കൂടിയായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട പ്രതിയെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഒരു പ്രതിയെ കൂടി പിടികൂടിയിട്ടുണ്ട്. ബാക്കി 4 പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് വ്യക്തമാക്കിയത് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ കാപ്പ കേസ് പ്രതിയെ ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു. ഒപ്പം തന്നെ ഒരു കൂട്ടാളിയെയും പിടികൂടിയിട്ടുണ്ട്. ഇവർ തിരുവല്ല സ്വദേശികൾ തന്നെയാണ്. വളരെയധികം മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള സംഭവം തന്നെയാണ്. നോക്കൂ പ്രവീൺ, ഇത് അവിടെ തിരുവല്ല നഗരത്തിൽ തന്നെയുള്ള ഒരു സ്ഥാപനമല്ലേ? പകൽ സമയമാണ് എന്ന് കൂടി ഓർക്കണം. അതേ വിനീത, ഉച്ചതിരിഞ്ഞ് 3:30 കൂടിയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും പ്രതികളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. അവർ നിയമത്തെ ഭയക്കുന്നില്ല, പോലീസിനെ ഭയക്കുന്നില്ല. പട്ടാപ്പകൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതിനുശേഷം വനിതാ ജീവനക്കാരികളോട് ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെടുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുണ്ടാപ്പിരിവ് എന്നതിലുപരി അവർ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അവിടേക്ക് ചെന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിനു മുമ്പും അവിടെ ഈ ഗുണ്ടാപ്പിരിവ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. ഇവർ ഗുണ്ടാപ്പിരിവ് ചോദിച്ച് അവിടേക്ക് കടന്നു ചെന്നിട്ടുണ്ടായിരിക്കാം. തൊട്ടടുത്തുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? ഈ രീതിയിൽ തന്നെ ഇവർ ഗുണ്ടാപ്പിരിവ് നടത്തുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ദീർഘനാളായി തുടരുന്ന സംഗതിയായിരിക്കില്ലേ? ഇതിൽ ഒരു നിയമവും ഇവരെ തൊടുന്നില്ല എന്നാണോ? അതെ വിനീത, അറിയാൻ കഴിയുന്നത് ഈ പ്രധാനപ്പെട്ട പ്രതി അയാൾ നിരന്തരം ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ചെന്ന് ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെടുന്ന ഒരാളാണ്. കാപ്പ കേസ് പ്രതി കൂടിയാണ്. നേരത്തെ അടിപിടി, ഒപ്പം തന്നെ പിടിച്ചുപറി തുടങ്ങിയ ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ്. ജില്ലാ പോലീസ് മേധാവി തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് ഉടൻ തന്നെ മറ്റൊരു കാപ്പ കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. കാപ്പ നടപടികൾക്ക് തന്നെ പോലീസ് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം സ്ഥിരം ഒരു കുറ്റവാളി ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി പിരിവ് നടത്തുന്നു, ഗുണ്ടാപ്പിരിവ് നടത്തുന്നു. അതിലുപരിയായി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു. ഗുണ്ടാപ്പിരിവിൻ്റെ പേരിൽ പട്ടാപ്പകൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുകയും അവിടെ അതിക്രൂരമായി ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. നിയമത്തെ പേടിയില്ല, പോലീസിനെ പേടിയില്ല. ഇത്രയും നാളും നിയമത്തിൻ്റെ മുന്നിൽ ചെന്നെങ്കിൽ പോലും ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികൾ പട്ടാപ്പകൽ പോലും പിന്നെയും പുറത്തിറങ്ങി ഇത്തരത്തിലുള്ള
യുവതികളെ പട്ടാപകൽ പോലും ഒരു സ്ഥാപനത്തിനുള്ളിൽ കയറി ബലാത്സംഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നിയമം കൂടുതൽ കർക്കശമാക്കാൻ പോകുന്നു. വീണ്ടും ഒരു കാപ്പ കേസ് കൂടി ഈ പ്രതിക്കെതിരെ എടുക്കും എന്നുള്ള രീതിയിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇത്തരത്തിലൊരു ഗുണ്ടാപ്പിരിവുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണേണ്ടതല്ലേ? ഇയാൾ മാത്രമല്ലല്ലോ, ഇയാളുടെ കുറെ അധികം കൂട്ടാളികളും ഉണ്ടല്ലോ. ഞെട്ടിക്കുന്ന ഒരു ക്രൂരത ഒരുപക്ഷെ കേരളത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. പട്ടാപ്പകൽ ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് ഗുണ്ടാപ്പിരിവ് ചോദിക്കുന്നു, അത് തരില്ലെന്ന് പറഞ്ഞതിനൊരു സ്ത്രീയെ കൂട്ട ബലാത്സംഗം ചെയ്യുകയാണ്. അതെ വിനീത, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഗുണ്ടാപ്പിരിവ് എന്ന പേരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറുന്നു, പ്രത്യേകിച്ചും വനിതകളുള്ള സ്ഥാപനങ്ങളിൽ കയറിയതിന് ശേഷം ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തുന്നു. നേരത്തെ തന്നെ ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 6 പേരടങ്ങുന്ന സംഘമാണ്. അതിൻ്റെ തലവനാണ് ഈ മരണം സുബിൻ എന്ന് വിളിപ്പേരുള്ള ഈ സുബിൻ അലക്സാണ്ടർ. കൃത്യമായും ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരമൊരു സമയത്ത്, അതായത് ഉച്ചതിരിഞ്ഞ് 3:30 സമയത്ത്, നമുക്കറിയാം ആ ഒരു സമയത്ത് ഒരു സ്പാ പോലുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഒരു കേസ്. ഏതായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്, ഒരു കൂട്ടാളിയെയും പിടികൂടിയിട്ടുണ്ട്. ബാക്കി 4 പേർക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇനിയും തിരുവല്ല പോലുള്ള ഒരു നഗരത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് പല വ്യാപാര സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഗുണ്ടാപ്പിരിവുകൾ വ്യാപകമാണ്. പക്ഷേ പലരും ഭയന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ പുറത്തേക്ക് പറയാറില്ല. ഒരു പക്ഷേ പോലീസിൽ കൂടുതൽ പരാതികൾ ചെന്നിരിക്കാം. അത് നാം അന്വേഷിക്കുന്നുണ്ട്. എത്ര പരാതികൾ ഈ ഗുണ്ടാപ്പിരിവും ഒപ്പം തന്നെ ഈ അതിക്രമങ്ങൾ സംബന്ധിച്ചും തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ തിരുവല്ല പോലീസ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികളെ കേസിൽ അറസ്റ്റ് ചെയ്താലും ഇവരൊക്കെ പുറത്തിറങ്ങി വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ഏത് സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൂടി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 1-ാം തീയതി നടന്ന സംഭവത്തിൽ ആദ്യ ദിവസങ്ങളിൽ പരാതി പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഗുണ്ടകൾ അവരുടെ അതിക്രമങ്ങൾ അത്രയും ക്രൂരമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജീവനക്കാരികളോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് നൽകാൻ തയ്യാറാകാത്ത ഉടമസ്ഥരോ ഇവരെ ഭയന്നുകൊണ്ട് ഒരു പരാതിക്ക് പോയി കാണില്ല. പക്ഷേ അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം. ഒപ്പം തന്നെ കൊടും ക്രൂരത. പട്ടാപ്പകൽ ഉച്ചതിരിഞ്ഞ് 3:30 സമയത്ത് തിരുവല്ല പോലുള്ള ഒരു നഗരത്തിൽ ഒരു സ്പായിൽ ഗുണ്ടകൾ കടന്നു കയറുകയും അവിടെ ഗുണ്ടാപ്പിരിവ് ചോദിക്കുകയും അതിനുശേഷം യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ പ്രതി മരണം സുബീൻ ഇപ്പോൾ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. മറ്റുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. ശരി, സ്പാ ജീവനക്കാരിയെ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് കൂട്ട ബലാത്സംഗം ചെയ്തിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നുള്ള കൊടും ക്രൂരതയുടെ വാർത്തയാണ് നമ്മൾ കാണുന്നത്. ആ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി അവർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടർ ലഭിച്ചിരിക്കുകയാണ്.